ഹലോ മുത്തുമണികളെ, നമ്മളെ നെടുമങ്ങാട് ഒരു 1.5 വയസ്സുകാരന്റെ മരണം. ഈ ഒരു വീഡിയോ ഞാൻ കുറെ ദിവസങ്ങളായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടുന്നില്ല. പിന്നെ കുറെ തിരക്കിന്റെ ഒക്കെ ഇടയിലായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നീണ്ടുപോയി. എല്ലാ വീഡിയോ ഇങ്ങനെ തന്നെ, എപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും ആ സമയം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അതായത് ആ ഒരു പൊന്നു മോന്റെ മരണം കേട്ടപ്പോൾ ശരിക്കും എല്ലാവരും അതിൽ സഹതപിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ നന്നായി ആ കുട്ടി മരണപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കണ്ടീഷനോ അങ്ങനെ ഒരു മനസ്സാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മളെ നാട്ടില് ഇനി എങ്ങനാന്ന് പറഞ്ഞാലും പ്രസവിച്ച കുഞ്ഞിനെ അവന്റെ ഉമ്മ തന്നെയാണ് നോക്കേണ്ടത്. അമ്മയുടെ അടുത്ത് തന്നെയാണ് ആ കുട്ടീനെ നിർത്തുള്ളൂ. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊന്നുമോൻ ഇത്രയധികം പീഡനങ്ങൾ സഹിക്കുന്ന സമയത്ത് ഇവനെ രക്ഷിക്കാൻ കെൽപ്പുള്ള ആളുകളെല്ലാം ഇവന്റെ ചുറ്റിനും ഉണ്ടായിരുന്നിട്ട് പോലും ഈ 1.5 വർഷം ഈ ഒരു കുഞ്ഞ് ഇത്രയധികം പീഡനങ്ങൾ സഹിച്ചു എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് മരണപ്പെട്ടതിനെ ആലോചിച്ച് ഞാൻ സത്യമാണ് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ആ കുഞ്ഞ് മരണപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി. അതായത് ഈ കുഞ്ഞിന് വാ തുറന്നൊന്ന് അമ്മേ എന്ന് വിളിക്കുന്ന പ്രായമായോ എന്ന് എനിക്കറിഞ്ഞൂടാ. ആ കുട്ടിയെ ഈ ഉപദ്രവിച്ച ആളുകള് അവരുടെ ഫ്രസ്ട്രേഷൻ തീർത്തതാണോ എന്തോ, എനിത്തിങ് എൽസ്. പക്ഷെ ആ കുഞ്ഞിന് മനസ്സിലായിട്ടുണ്ടാവൂല താൻ എന്തിനാണ് ഇത്രയധികം വേദനകൾ സഹിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ എന്തിനാണ് തൻ്റെ അമ്മയും ഈ ആൾക്കാരും ഈ ആളും എന്തിനാണ് ഇത്ര എന്നെ വേദനിപ്പിക്കുന്നത്, എന്നെ ദ്രോഹിക്കുന്നത് എന്ന് ആ കുഞ്ഞിന് പോലും മനസ്സിലായിട്ടുണ്ടാവൂലാടെ. ആ പൊന്നുമോന്റെ മുഖം നോക്കിയാൽ എൻ്റെ ആച്ചുപ്പന്റെ അതേ രൂപമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ എന്തെങ്കിലും ഒരു കുണ്ടണി ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഡ എന്ന് വിളിച്ചാൽ മതി, എൻ്റെ ആ ഒരു ഡ എന്ന വിളി പോലും അവന് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂല. അവനിങ്ങനെ ഇങ്ങനെ വിതുമ്പും. അപ്പൊ അവന്റെ ആ കുഞ്ഞു മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു ഡ എന്നുള്ള വിളി പോലും താങ്ങാൻ കഴിയാത്ത ആ കുഞ്ഞു മോനെ ഇവര് 2 കൈ വരെ ഒടിഞ്ഞു പോകുന്ന തരത്തിൽ എന്തോ മോളിൽ നിന്ന് തള്ളിയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. ഈ കുഞ്ഞു മോൻ ഹോസ്പിറ്റലിൽ പോയപ്പോ സൈക്കിളിൽ നിന്ന് വീണതാണ് എന്ന് പറഞ്ഞപ്പം ഡോക്ടർ പോലും, ആ ഡോക്ടറിനെങ്കിലും ഒരു സംശയം തോന്നിയിരുന്നെങ്കിൽ ഈ 1.5 വയസ്സുള്ള കുഞ്ഞ് എങ്ങനെ സൈക്കിളിൽ നിന്ന് വീഴാൻ, എന്ത് വീണാലും ഏതെങ്കിലും ഒരു വശത്ത് ചരിഞ്ഞല്ലേ വീഴൂ, ഈ 2 കൈ എങ്ങനെ ഒടിഞ്ഞു എന്ന് ആ ഡോക്ടറിന് ഒരു സംശയം തോന്നിയിരുന്നെങ്കിൽ അവരൊന്ന് ചൈൽഡ് വെൽഫെയറിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇനി ഇതൊന്നും പോട്ടെന്ന് വെക്കാം, ഈ കുഞ്ഞിന്റെ അച്ഛന്റെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു, ഈ കുഞ്ഞിന്റെ അമ്മയുടെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവരാർക്കും തന്നെ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം എന്താണ്, കുഞ്ഞ് എവിടെയാണ് നിൽക്കുന്നത്, അമ്മയുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ സംരക്ഷണം ഇനി ആര് ഏറ്റെടുത്താലും ഈ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കുഞ്ഞ് ഈ വേദനകൾ സഹിച്ചുകൊണ്ടേയിരിക്കണം. ഈ പൊടിക്കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന്റെ ശരീരത്തിൽ അത്രയേറെ ഒരമ്മയ്ക്ക് താങ്ങാൻ കഴിയാത്ത അത്ര ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് മരണപ്പെട്ടു പോയതിൽ ആശ്വസിക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഇനി ഇവരുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ഈ അമ്മ എന്ന് പറയുന്ന പുള്ളിക്കാരി, ഈ കുഞ്ഞിന്റെ അഖില എന്നെങ്ങാണ്ടാണ് ആ സ്ത്രീയുടെ പേര്, ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ്, അതായത് ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്തൊക്കെയോ വിഷയങ്ങളായിട്ട് ഇവര് ഈ ഒരു പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ആ സൂയിസൈഡ് ചെയ്യുമ്പോഴും അയാൾ ലൈവായിട്ട് ഇവളെ കാണിച്ചുകൊണ്ടാണ് അത് ചെയ്തത് എന്നാണ് ആ പുള്ളിക്കാരന്റെ ഉമ്മ പറയുന്നത്. ആ ഒരു സമയത്ത് പോലും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ആ മരണത്തിന് ശേഷം മറ്റൊരു പുള്ളിക്കാരനോടൊപ്പം ജീവിക്കാൻ അവര് തയ്യാറായി. അതായത് ഈ പെൺകുട്ടി ഗർഭിണിയായിരിക്കെ, ഈ അഖില എന്ന് പറയുന്ന പുള്ളിക്കാരി ഗർഭിണിയായിരിക്കെ ഈ അഷ്കർ എന്ന് പറയുന്ന ഇപ്പൊ അവരുടെ കൂടെ ജീവിക്കുന്ന ആ പുള്ളിക്കാരന്റെ കല്യാണാലോചന വന്ന് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഈ ഒരു സ്റ്റോറി എനിക്ക് കേട്ടപ്പോ ശരിക്കും നമ്മുടെ ഭാവപ്പെട്ട ഉമ്മയുടെ ജീവിതമായിട്ട് നല്ല സാമ്യമുള്ളതായിട്ട് തോന്നിപ്പോയത്. അതായത് എത്രത്തോളം ആ 3 മക്കളും ആ വീട്ടിൻ്റെ അകത്ത് കിടന്ന് അനുഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് ആ 3 പൈത മക്കൾക്ക് മാത്രമേ അറിയൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും പൊതുസമൂഹത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്.
ആ കുട്ടി ഇപ്പൊ ഈ പെണ്ണ് പോയിരിക്കുന്ന ആ പുള്ളിക്കാരൻ അത് കള്ളു കുടിച്ചാൽ അതിന് ബോധവും ഇല്ല, പൊക്കണവും ഇല്ല, ഒരു സംക്രാന്തി ഇല്ല, ഒരു സംസ്കാരവും ഇല്ല എന്നൊക്കെ അവള് തന്നെ വന്നിരുന്ന് പറയുകയും ചെയ്യണമുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ സമൂഹത്തിൽ ഈ ഓരോ കുട്ടികൾ ഇത്രയധികം വേദനകൾ സഹിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയധികം പീഡനങ്ങൾ സഹിക്കുന്നു എന്ന് നമ്മൾ കണ്ടാൽ പോലും നമ്മൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ ജീവിച്ച് കാണിക്കീനിടേ, നിങ്ങൾ ജീവിച്ച് കാണിക്കീനെന്ന് പറയണ കുറെ സമൂഹവും. ഇത്ര ബോധവും പൊക്കണവും ഇല്ലാത്ത ഒരു സമൂഹം വേറെ ഉണ്ടാകാനായിട്ട്. അതായത് അമ്മയ്ക്ക് ചൊറിച്ചിലും മൂക്കുക, അപ്പൊ കുറെ മക്കളെയും തൂക്കിക്കൊണ്ട് ഏതവന്റെങ്കിലും തലയിൽ ചെന്നിരിക്കുക, അവന്റെ കൗതുകം തീർന്നു കഴിയുമ്പോഴത്തേക്ക് അവന്റെ മുരുമുരുപ്പും കരുമുരുപ്പും എല്ലാം കൂടി ചേർത്ത് ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് അങ്ങ് തീർക്കുക. ഈ അഷ്കർ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ഒരു കഥ എടുത്താലും പിന്നെ ഈ എന്താണ്, അയാൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകി സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ആ കാമുകി സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം ഈ പുള്ളിക്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്കാരെല്ലാം നാനാവിധം പറയും, പക്ഷെ എന്താണ് സത്യം എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഈ പുള്ളിക്കാരന്റെ അടുത്ത ഫസ്റ്റ് വൈഫ് രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതും ഈ പറഞ്ഞതുപോലെ ഈ പാവപ്പെട്ട ഉമ്മ ഇപ്പൊ ജീവിക്കുന്ന ഒരു പുള്ളിക്കാരൻ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ തല ഇടിച്ച് പരുവാക്കി ചപ്പാത്തി മാവ് കുഴയ്ക്കും പോലെ ഈ പുള്ളിക്കാരന്റെ ആദ്യത്തെ ഭാര്യനെയും കുഴച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് തലയ്ക്കകത്തുനിന്ന് മജ്ജയോ മാംസമോ എന്തൊക്കെയോ എടുത്ത് കളഞ്ഞിട്ട് ആ ഭാഗം ഇങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ഉമ്മയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിനക്കവനെ സന്തോഷിപ്പിക്കാൻ പറ്റുവോടി? ഞാൻ സന്തോഷം കൊടുക്കും, എന്റെ കൂടെ ജീവിക്കും, എന്നാൽ നീയും ഭാര്യ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഇതുപോലുള്ള കൃമികീടങ്ങള്, ഇതുപോലുള്ള വൃത്തികെട്ട നപുത്സക ജന്മങ്ങള് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന അയ്യോ ബൊത്തം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ കൊഞ്ചിക്കണ കൊഞ്ചലുകൾ കാണുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ കൊഞ്ചിച്ചോ, പക്ഷെ അത് ഒന്നും എട്ടും പൊട്ടും തിരിയാത്ത മക്കളുടെ ജീവനെ അത് ബാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഇപ്പൊ ഇരുന്ന് എല്ലാരും കരയണമുണ്ട്. ഈ ഒരു കുട്ടീരെ കഥ പറഞ്ഞിട്ട് എല്ലാവരും ഘോരം പ്രസംഗിക്കുന്നുണ്ട്. അതൊരു വളർത്താൻ ആർക്കെങ്കിലും കൊടുത്തുകൂടായിരുന്ന, വളർത്താൻ ആർക്കെങ്കിലും കൊടുത്താലും ഈ പെണ്ണ്, ഈ ചൊറിച്ചിൽ പിടിച്ച ഈ കുട്ടീരെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു നല്ല സ്ത്രീ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഭർത്താവ് സ്വന്തം കൺമുന്നിൽ സൂയിസൈഡ് ചെയ്യുമ്പോൾ ആ ഒരു വേദന, ഇനി എത്ര മോശം ഒരു ഹസ്ബൻഡോ ആയിക്കോട്ടെ, അവളുടെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് അത് സൂയിസൈഡ് ചെയ്ത് എന്ന് പറയുമ്പോൾ അവിടെ അത് കണ്ട് പിന്നെ ഞെട്ട പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലും പിന്നെ ശ്രമിക്കാത്ത ആ സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഇത്ര ഇഷ്ടമില്ലാത്ത ആളാണ് ഇവളുടെ ഈ അഷ്കർ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ. ഈ കുഞ്ഞിനെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ആ പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരി എവിടെ പോയിരിക്കുന്നു? എവിടെയോ ഡാൻസ് പ്രോഗ്രാമിന് പോയിരിക്കുന്നു അത്ര. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ആ കുട്ടി വേദന സഹിച്ചു എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ ഇയാളുടെ ആദ്യത്തെ ഭാര്യനെ അടിച്ചു നോക്കിയിട്ട് എന്തോ ഒരു കണ്ടീഷൻ, ഇത് ശരിക്കും പറഞ്ഞ സങ്കടം തോന്നിപ്പോകുന്ന ഒരു കണ്ടീഷനിലാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. അതിന് തുറന്ന് അതിന്റെ ആദ്യത്തെ ഫോട്ടോയും വലിയ പ്രായമൊന്നും ഇല്ല. ഇവന്റെയൊക്കെ ചൊറിച്ചിലിനും ഇവന്റെയൊക്കെ കുത്തിത്തിരിപ്പിനും വേണ്ടിയിട്ട് ഒരു ജന്മം പാഴായി പോകുന്ന ആ പെൺകുട്ടിയുടെയൊക്കെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തെല്ലാം പ്രതീക്ഷയിലാണ് വളർത്തി വലുതാക്കി ഒരുത്തനെ കെട്ടിച്ചു കൊടുത്തപ്പം അതിനെ ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥയിൽ ആക്കി മാറ്റിയിരിക്കുന്ന തല ഇടിച്ചു പിഴിഞ്ഞിട്ട്. ഇതിനെ എന്ത് പറയാനെന്നാണ്. അവിടെയും ചെന്നിരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരിക്ക് ഈ കുട്ടിയുടെ മരണത്തിൽ വല്ല പങ്കും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ആരും പബ്ലിക്കിൽ പറയുന്നില്ല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടാടെ, എന്നെ സംബന്ധിച്ച് ഞാനെന്നുള്ള ഒരു അമ്മ എൻ്റെ മക്കളെ ഞാൻ അടിക്കും, ഞാൻ നുള്ളും. പക്ഷെ അവരുടെ സ്വന്തം ഉപ്പ പോലും ഒച്ച പൊന്തിക്കുമ്പോൾ ഞാൻ അതിന്റെ നടുക്ക് കയറി നിൽക്കും. എനിക്ക് സഹിക്കൂല. അവരുടെ സ്വന്തം ഉപ്പ അവരുടെ ദേഹത്ത് അങ്ങനെയൊന്നും അടിക്കുകയും വഴക്കുറയും ചെയ്യുന്ന ഒരു മനുഷ്യനല്ല എൻ്റെ മനുഷ്യൻ. പക്ഷെ എന്നാ പോലും എന്ന് ചോദിക്കുമ്പോഴേ ഞാൻ ചെയ്തു വെച്ചേക്കാം, ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാൻ അവരെ സേഫ് ആക്കുന്ന. അതവരെ അമ്മയുടെ ഒരു പവറാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ അവര് അത്രയും കെയർ ചെയ്ത് നോക്കുക എന്നുള്ളത് അത് അവര് ഒരു അമ്മയുടെ പവറാണ്. അപ്പൊ 1.5 വയസ്സുള്ള ആ പൈതലിന്റെ മുഖത്ത് നിന്ന് ആ ഒരു ഓമനത്വം പോലും മാഞ്ഞിട്ടില്ല.
ആ കുഞ്ഞൊന്ന് വീണാല് വിളിക്കുന്നത് അമ്മേ എന്ന് പറഞ്ഞിട്ടായിരിക്കും. ആ ഒരു കുഞ്ഞിനെ ഇവൻ ഇത്രയധികം വേദനിപ്പിച്ച് 2 കൈയിലും പ്ലാസ്റ്റർ വരെ ഇട്ടിട്ട് വീണ്ടും എങ്ങനെ കൊച്ചെ അവന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ തോന്നി? അവന്റെ കൂടെ എങ്ങനെ ആ കൊച്ചു കുട്ടീനെ നീ ഇട്ടിട്ട് പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞ ഇതിന് എന്ത് ശിക്ഷ കൊടുക്കാൻ? ആ പൊടി മോൻ അനുഭവിച്ച വേദനയ്ക്ക് എന്ത് ശിക്ഷ കൊടുക്കാൻ? ഞാൻ ഈ പൊതു സമൂഹത്തിന്റെ അടുത്താണ് ഞാൻ പറയണത്. ഇതുപോലുള്ള സാധനങ്ങൾ, അതായത് ഈ ചൊറിച്ചിൽ മാറാത്ത പൈത മക്കളെയും ഇട്ടിട്ട് കണ്ടവന്മാരുടെ കൂടെ പോയി ഞാൻ ഭാര്യയാണ്, ഞാൻ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാടകം കളിച്ചുകൊണ്ടൊക്കെ വരണ കുറെ ജന്തുക്കളുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, ആ കുട്ടികൾ സേഫ് ആണോ എന്ന് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. സത്യത്തിൽ ഇതുപോലെ വന്നിരുന്ന് കോപ്രായം കാണിക്കുന്നതിൻ്റെയൊക്കെ മക്കള് സേഫ് ആണോ എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് നോക്ക്. സേഫ് അല്ല, അവര് സേഫ് അല്ല, ആ കുട്ടികൾ സേഫ് അല്ല.